ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന കണ്ണുനീരിന്റെ മാതാവും പുത്രിയാണ്. ദൈവവുമായി നമ്മൾ നടത്തുന്ന ആശയവിനിമയത്തെ പ്രാർത്ഥന എന്ന് പറയുന്നു. പ്രാർത്ഥന ശ്വാസം പോലെയാണ്. പ്രാർത്ഥനയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ 1 തെസ്സലോനിക്കർ 5:17 ഇടപെടാതെ പ്രാർത്ഥിപ്പീനെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ പിതാക്കന്മാർ നമ്മൾ 7 നേരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു ചുങ്കക്കാരനും ഒരു പരീക്ഷനും ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയി. അന്നേരം പരീക്ഷൻ, ഞാൻ മറ്റുള്ളവരെ പോലൊന്നുമല്ല, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവനും പതാരം കൊടുക്കുന്നവനും ആവുന്നു. ഇന്ന് ചുങ്കക്കാരനാവട്ടെ, ദൈവമേ പാപിയെ എന്നോട് കരുണ തോന്നുമെന്ന് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. എഫ്രൈം നാട്ടുകാരിയായ ഹന്ന അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം ഒരു കുഞ്ഞില്ലായതുകൊണ്ടായിരുന്നു. അവൾ ദേവാലയത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിച്ചു. അന്നേരം അവൾക്കൊരു കുഞ്ഞിനെ കിട്ടി. അവനോ ഷൗമേൽ ബാലൻ. പ്രാർത്ഥന എന്നത് ബാല്യത്തിന്റെ ഉത്സാഹവും യൗവനത്തിന്റെ ആശ്രയവും വാർദ്ധക്യത്തിന്റെ സമാധാനമാണെന്ന് പരിശുദ്ധ പരമരത്തിന്മേനി പഠിപ്പിച്ചു. ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആവരുത്. 2, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് കതക് അടച്ച് രഹസ്യമുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. 3, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്.